ലാബ് 27 ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻസ്. അതിനകത്ത് ഒന്നാമത്തെ ചോദ്യം, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x പ്ലസ് 1. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. ഈ ഒരു ഫംഗ്ഷൻ വരച്ചിട്ട് അത് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആവുന്ന ഇൻ്റർവെല്ല് പറയാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മളൊരു ജിയോജിബ്ര വിൻഡോ എടുക്കുന്നു. അവിടെ നമ്മൾ ഈ ഫംഗ്ഷനെ ഇൻപുട്ട് ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x പ്ലസ് 1 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, എക്സിൻ്റെ വാല്യൂസ് ഇൻക്രീസ് ചെയ്യുന്തോറും വൈ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന സ്ഥലങ്ങൾ, അതായത് -∞ മുതൽ -1 വരെ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇൻക്രീസിംഗ് ആണ്. എക്സിൻ്റെ വില -∞ മുതൽ -1 വരെ ഈ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. അതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ കൂടുന്തോറും വൈയുടെ വില കുറയുന്ന സ്ഥലങ്ങൾ, അതായത് എക്സിൻ്റെ വില -1 മുതൽ 1 വരെ എക്സ് കൂടുന്തോറും വൈ കുറയുകയാണ്, അതായത് ഈ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. വീണ്ടും എക്സിൻ്റെ വില 1 മുതൽ ∞ വരെ വൈ വാല്യൂ കൂടുകയാണ്, അതായത് അവിടെ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്. 2 ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, 1 ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്നു. ഗ്രാഫ് മുകളിലേക്ക് പോകുന്ന സ്ഥലങ്ങൾ ഇൻക്രീസ് ചെയ്യുന്ന സ്ഥലങ്ങളും താഴേക്ക് വരുന്ന സ്ഥലങ്ങൾ ഡിക്രീസ് ചെയ്യുന്ന സ്ഥലങ്ങളുമാണ്. ഇതാണ് നമ്മളിവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഇവിടെ ആൻസർ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇൻക്രീസിംഗ് ഇൻ -∞ -1, ഡിക്രീസിംഗ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ -1 ഇൻക്രീസിംഗ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ 1 ∞. രണ്ടാമത്തെ ചോദ്യം, മേക്ക് ദ ഡിസ്റ്റൻസ് ഓൺ എക്സ് ആക്സിസ് ഇൻ ടൈംസ് ഓഫ് π/4. ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു sin 2x. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ഇൻ 0π. നമ്മൾ ജിയോജിബ്ര വിൻഡോ എടുക്കുന്നു. അവിടെ എക്സ് ആക്സിൻ്റെ മാർക്കിങ് π/4 ടേമിലേക്ക് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗ്രാഫിക്സ് വ്യൂവിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഗ്രാഫിക്സ് എന്നത് എടുക്കുന്നു. അവിടെ എക്സ് ആക്സിസ് എന്നുള്ള ടാബ് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ താഴെ ഡിസ്റ്റൻസ് എന്നുള്ള ചെക്ക് ബോക്സിൽ നമ്മൾ ടിക്ക് കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് π/2 എന്നത് അവിടെ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ആ 2 മാറ്റിയിട്ട് നമ്മൾ 4 എന്നാക്കുന്നു. അതിനുശേഷം ഈ ഒരു ബോക്സ് ക്ലോസ് ചെയ്യുന്നു. നമുക്കിവിടെ എക്സ് ആക്സിൻ്റെ മാർക്കിങ് π/4 ടേമിലേക്ക് മാറിയിരിക്കുന്നത് കാണാം. ഇവിടെ വീണ്ടും നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രാഫ് വരയ്ക്കാനാണ്. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു sin 2x. ആ ഗ്രാഫ് നമ്മളിവിടെ ഇൻപുട്ട് ചെയ്യുന്നു. അതായത് ഇൻപുട്ട് ബാറിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു sin 2x എന്നുള്ള ബ്രാക്കറ്റിൽ കൊടുക്കണം. എൻ്റർ അടിക്കുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു sin 2x ഗ്രാഫ് നമുക്ക് കിട്ടി. ഇവിടെ ചോദിച്ചിരിക്കുന്നു, ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ഇൻ 0π. 0 മുതൽ π വരെയുള്ള ഭാഗത്ത് ഈ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് അല്ലെങ്കിൽ ഡിക്രീസിംഗ് ആവുന്ന ഇൻ്റർവെൽ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എക്സിൻ്റെ വില 0 മുതൽ π വരെയുള്ള ഭാഗം മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അത്ര ഭാഗം മാത്രം വെച്ചുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 0 മുതൽ π/4 വരെ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. വീണ്ടും π/4 മുതൽ 3π/4 വരെ എക്സിൻ്റെ വില π/4 മുതൽ 3π/4 വരെ ഇത് ഡിക്രീസ് ചെയ്യുകയാണ്. 3π/4 മുതൽ π വരെ ഇത് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഇൻക്രീസിംഗ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ 0π/4, ഡിക്രീസിംഗ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ π/4 3π/4, വീണ്ടും ഇൻക്രീസിംഗ് ഇൻ 3π/4 ടു π. അതായത് 0 മുതൽ π വരെയുള്ള ഭാഗത്ത് എവിടേക്കാണ് ഇൻക്രീസിംഗ് ആകുന്നത്, എവിടേക്കാണ് ഡിക്രീസിംഗ് ആകുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിച്ച് ആൻസറായിട്ട് എഴുതുന്നു. വീണ്ടും മൂന്നാമത്തെ ചോദ്യം, ഡു ദ ഫോളോവിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ക്രിയേറ്റ് ആൻ ആപ്ലെറ്റ്. താഴെ പറഞ്ഞിരിക്കുന്നത് വെച്ചുകൊണ്ട് ഒരു ആപ്ലെറ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു x² മൈനസ് 6x പ്ലസ് 8. നമ്മൾ ഈ ഫംഗ്ഷനെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² മൈനസ് 6x പ്ലസ് 8 എന്നുള്ള ഫംഗ്ഷനെ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു ഗ്രാഫ് നമ്മൾ വരച്ചു. അതിനുശേഷം പ്ലോട്ട് ദ പോയിന്റ് എ. ഈ ഗ്രാഫിൽ എ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോയിന്റ് ടൂള് ഉപയോഗിച്ച് ഈ ഗ്രാഫിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ നമുക്ക് എ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് വന്നിരിക്കുന്നതായിട്ട് കാണാം. പോയിന്റ് പ്ലോട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വേറെ കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല, ഇൻപുട്ട് ചെയ്യാനായിട്ടൊന്നും തന്നിട്ടില്ല. പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് പോയിന്റ് എടുത്തിട്ട് ഗ്രാഫിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ ടാൻജന്റ് ടു ദ കർവ് അറ്റ് എ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് സ്ലോപ്പ്.
ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചിട്ട് അതിന്റെ സ്ലോപ്പ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ടാൻജന്റ് വരയ്ക്കണം. ടാൻജന്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പെർപെൻഡിക്കുലർ ലൈൻ ടൂളിന്റെ കൂടെ താഴേക്ക് വരികയാണെങ്കിൽ ടാൻജൻസ് എന്നുള്ള ടൂൾ കാണാം. ആ ടൂൾ എടുത്തിട്ട് നമ്മൾ ആദ്യമേ ഈ പോയിന്റിന്റെ മേളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഗ്രാഫിൽ എവിടെയെങ്കിലും ഒന്ന് മാറ്റി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ എ എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടി ഒരു ടാൻജന്റ് ലൈൻ വന്നിരിക്കുന്നതായിട്ട് കാണാം. നമ്മൾ ആദ്യമേ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം ഗ്രാഫിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. എ എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടി ടാൻജന്റ് വന്നിരിക്കുന്നത് കാണാം. ഇനി ഇതിന്റെ സ്ലോപ്പ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ആംഗിൾ ടൂളിന്റെ കൂടെയുള്ള സ്ലോപ്പ് എന്ന് പറയുന്ന ടൂള് കാണാം. ആ ടൂൾ എടുത്തിട്ട് ഈ ടാൻജന്റ് ലൈനിൽ, അതായത് ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പാണ് കാണേണ്ടത്, അതുകൊണ്ട് ഈ ടാൻജന്റ് ലൈനിൽ എവിടെയെങ്കിലും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം, എനിക്കിവിടെ സ്ലോപ്പ് m=4 എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ടാൻജന്റ് ലൈൻ വരച്ചു, അതിൻ്റെ സ്ലോപ്പും കണ്ടുപിടിച്ചു. അതിനുശേഷം പറഞ്ഞിരിക്കുന്നു എ ക്വസ്റ്റ്യൻ ആയിട്ട് ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഈ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആവുന്ന ഇന്റർവെൽസ് കാണാൻ. അതായത് നമ്മൾ ആ മൂവ് ടൂൾ എടുത്ത് ഈ എ എന്ന് പറയുന്ന പോയിന്റിന് നമ്മളിങ്ങനെ ഈ ഗ്രാഫിൽ കൂടി ഒന്ന് മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്, ഈ എം പോസിറ്റീവും നെഗറ്റീവും ആകുന്ന സ്ഥലങ്ങൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 3 എന്ന് പറഞ്ഞ പോയിന്റിൽ സ്ലോപ്പ് 0 ആണ്, കാരണം ലൈൻ എക്സാക്സിന് പാരലാണ്. 3യുടെ റൈറ്റ് സൈഡിലേക്കെല്ലാം സ്ലോപ്പ് പോസിറ്റീവും 3യുടെ ലെഫ്റ്റ് സൈഡിലേക്കെല്ലാം സ്ലോപ്പ് എം നെഗറ്റീവുമാണ്. നമുക്കറിയാം ഡിക്രീസിങ് ആകുന്ന സ്ഥലങ്ങളിൽ സ്ലോപ്പ് നെഗറ്റീവും ഇൻക്രീസിങ് ആകുന്ന സ്ഥലങ്ങളിൽ സ്ലോപ്പ് പോസിറ്റീവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ലോപ്പ് നെഗറ്റീവ് ആകുന്ന സ്ഥലം -∞3, ഓപ്പൺ ഇൻ്റർവെൽ -∞3. അതുപോലെ തന്നെ സ്ലോപ്പ് പോസിറ്റീവ് ആകുന്ന സ്ഥലം ഓപ്പൺ ഇൻ്റർവെൽ 3∞. ഇതാണ് നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ടത്. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈസ് നെഗറ്റീവ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ -∞3, പോസിറ്റീവ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ 3∞. വീണ്ടും അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, എഡിറ്റ് ദ ഫംഗ്ഷൻ f(x) to x³ + 3x² + 4x + 2. ഡബിൾ ക്ലിക്ക് ഓൺ ദ ഗ്രാഫ് ആൻഡ് എഡിറ്റ്. ഈ ഫംഗ്ഷനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ്റെ മേളിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഫംഗ്ഷനെ എഡിറ്റ് ചെയ്യാനുള്ളൊരു ബോക്സ് നമുക്ക് വരും. അവിടെ നമ്മുടെ ഫംഗ്ഷൻ കിടപ്പുണ്ട്. ആ ഫംഗ്ഷനെ നമ്മൾ മാറ്റിയിട്ട് തന്നിരിക്കുന്ന ഫംഗ്ഷനാക്കി നമ്മൾ കൊടുക്കുന്നു. തന്നിരിക്കുന്ന ഫംഗ്ഷൻ x³ + 3x² + 3x² + 4x + 2 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ഫംഗ്ഷന് നമ്മൾ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ x³ + 3x² + 4x + 2 എന്ന് കറക്റ്റായിട്ട് മാറി വന്നിരിക്കുന്നത് കാണാം. അതിനുശേഷം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്, വാട്ട് ഡസ് ഇറ്റ് ഇൻഫർ. അതായത് നമ്മളിപ്പോൾ ആദ്യം എടുത്ത ആ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റിൻ്റെ പ്രത്യേകത എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റ് കുറച്ച് മുകളിലാണ്, നമ്മളതിനെ സൂം ഔട്ട് ചെയ്ത് ആ എ എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ താഴേക്ക് കൊണ്ടുവരുന്നു. ആ എ എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ മൂവ് ചെയ്യിക്കുമ്പോൾ സ്ലോപ്പിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ കാണുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ഈ ഗ്രാഫിൽ കൂടി മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ സ്ലോപ്പ് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, സ്ലോപ്പ് ഒരു സ്ഥലത്തും നെഗറ്റീവായിട്ട് വരുന്നില്ല. ഏത് സ്ഥലത്ത് നമ്മൾ എ എന്ന് പറഞ്ഞ പോയിന്റ് കൊണ്ടുചെന്നാലും ഈ സ്ലോപ്പ് പോസിറ്റീവാണ്. അപ്പോൾ നമ്മുടെ ആൻസർ സ്ലോപ്പ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ ഫംഗ്ഷൻ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ ഒരു സ്ഥലത്തും ഡിക്രീസിങ് ആകുന്നില്ല. അപ്പോൾ അതുകൂടി നമുക്കിവിടെ ഇതിൻ്റെ ഒപ്പം പറയാം. സ്ലോപ്പ് ഈസ് ഓൾവേസ് പോസിറ്റീവ് ഇംപ്ലൈസ് എഫ് ഈസ് ഇൻക്രീസിങ് ഇൻ ആർ. എല്ലാ റിയൽ നമ്പേഴ്സിനും ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അതുകൊണ്ടാണ് സ്ലോപ്പ് എല്ലായ്പ്പോഴും പോസിറ്റീവ് വരുന്നത്. അതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ടത്. നാലാമത്തെ ചോദ്യം, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f(x) = 2x³ - xx² - 13x. നമുക്കൊരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു, അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പുതിയൊരു വിൻഡോ എടുക്കുന്നു, അവിടെ നമ്മൾ ഈ ഫംഗ്ഷനെ ഇൻപുട്ട് ചെയ്യുന്നു. നമുക്ക് തന്നിരിക്കുന്നത് f(x) = 2x³ - 6x², 2x³ - xx² - 13x എന്നാണ്. അതിനെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് f'(x). f'(x)ൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു.
എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ ഇൻപുട്ട് ബാറിൽ എഫ് ഡാഷ് എന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. എഫ് ഡാഷ് എന്ന് കൊടുത്തിട്ട് നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അവിടെ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് വന്നിരിക്കുന്നതായിട്ട് കാണാം. വീണ്ടും ഇവിടെ ചോദിച്ചിരിക്കുന്നു ആൻഡ് ഹെൻസ് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് എഫ് ഓഫ് എക്സ് ഇസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഈ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് വെച്ചുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ആവുന്ന ഇൻ്റർവെല്ല് കാണാൻ നമുക്കറിയാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള സ്ഥലമാണ് എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവും അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങുമായിട്ട് തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് വരുന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ട് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന ആ സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പോയിന്റ് ടൂളിൻ്റെ കൂടെയുള്ള ഇൻ്റർസെക്റ്റ് എന്നുള്ള ടൂൾ എടുക്കുകയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സിൽ ക്ലിക്ക് ചെയ്യുക, എക്സ് ആക്സിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എ ബി എന്നിങ്ങനെ 2 പോയിന്റുകൾ വന്നിരിക്കുന്നതായിട്ട് കാണാം. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് വരുന്ന പോയിന്റുകളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് വരുന്ന പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഒക്കെ മാറി വരും എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ ഈ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഗ്രാഫിനെ ഒന്ന് സൗകര്യപൂർവ്വം ഹൈഡ് ചെയ്ത് നിർത്തുന്നു. ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. എ എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിട്ട് വന്നിട്ട് അത് ബി എന്ന പോയിന്റ് വരെയും ഡിക്രീസിങ് ആകും. ബിയുടെ റൈറ്റ് സൈഡിലേക്ക് അത് വീണ്ടും ഇൻക്രീസിങ് ആകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുന്ന സ്ഥലം -∞ മുതൽ എ വരെ എയുടെ എക്സ് കോർഡിനേറ്റ് അതായത് -0.78 അതായത് ഓപ്പൺ ഇൻ്റർവെൽ -∞ -0.78 ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അതുപോലെ തന്നെ എ മുതൽ ബി വരെ ഡിക്രീസിങ് ആണ്. അതായത് -0.78 മുതൽ 2.78 വരെ ഡിക്രീസിങ് ആണ്. വീണ്ടും ബിയുടെ റൈറ്റ് സൈഡിൽ ഇൻക്രീസിങ് ആണ്. അതായത് 2.78 മുതൽ ഇൻഫിനിറ്റി വരെ ഇത് ഇൻക്രീസിങ് ആണ്. ഇതാണ് നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ടത്. ഇത് നമ്മൾ ഗ്രാഫിൽ നോക്കിക്കൊണ്ട് ആ എയും ബിയും പോയിന്റ്സ് എടുത്ത് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് ആണ്. ഇൻക്രീസിങ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ -∞ -0.78, ഡിക്രീസിങ് ഇൻ -0.78 2.78, ഇൻക്രീസിങ് ഇൻ 2.78 ഇൻഫിനിറ്റി. ഇതാണ് നമ്മുടെ ആൻസർ.